ആരെയെങ്കിലും ലൈഫിൽ പറ്റിച്ചിട്ടുണ്ടോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇടവേള ബാബു അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കെയറിയും ചെയ്യാം. 1.5 ലക്ഷം രൂപയൊന്നും വേണ്ട. അന്യന്റെ ഭാര്യയെ അന്യന്റെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നവനായിരുന്നു സുഗതൻ. ലാസ്റ്റ് പറ്റിച്ചാരെ? നീ എന്നെ ട്യൂൺ ചെയ്തല്ലേ? എങ്ങനെ? നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് മോഹവാഗ്ദാനങ്ങൾ നൽകുന്ന ഒരാളാണ് ചേട്ടനെന്ന് ഞാൻ വിചാരിച്ചില്ല. യവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. പലയിടത്തും പറഞ്ഞ ആഫ്റ്റർ 60 എന്റെ കൂടെ ഒരാളുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെ ചിലപ്പോ ഒരു പാർട്ട്ണർ ഉണ്ടോ? തനിക്ക് നാണമില്ലേണോ? ഇല്ല. ആ അത് തന്നെ. എന്നോടൊന്നും തോന്നരുത്. എന്നെ കണ്ട ഒന്നും തോന്നില്ലടോ. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാണ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. അമ്മ അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് അദ്ദേഹം ധരിക്കരുത്. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുവല്ല. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നത്. അദ്ദേഹത്തിന് 7 ക്ലബിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് ശ്രീ ഇടവേള ബാബു പറയുന്നത്. ഈ ആരോപണ വിധേയനായ വ്യക്തിക്ക് ഏത് ക്ലബ്ബാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം ബാബുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലല്ലല്ലോ അംഗത്വം എടുത്തിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. അദ്ദേഹം ബാബുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലല്ലല്ലോ അംഗത്വം എടുത്തിരിക്കുന്നത്. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല.